MK വർഗീസ് ഒരു കോൺഗ്രസ്സുകാരനല്ലേ? അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ 40 കൊല്ലത്തെ പാരമ്പര്യം അടിസ്ഥാനമായി MK വർഗീസ് കോൺഗ്രസ്സുകാരനാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പൊ 3 മാസത്തെ പൊളിറ്റിക്കൽ റെസ്റ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന് കൊടുത്തിരിക്കുന്ന ഒരു സമയമാണ് രാഷ്ട്രീയമായി. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ തീരുമാനം MK വർഗീസിന്റെ രാഷ്ട്രീയം കോൺഗ്രസ് ആണ്. ഞാൻ പറഞ്ഞില്ല. ഞാൻ 3 മാസം ഒരു പാർട്ടിയുമായി ബന്ധപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. സ്വതന്ത്രനായി ഞാൻ 3 മാസം ഇരുന്നോട്ടെ. ഒരു മിനിറ്റ്, വർഗീസാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമാണ്. വർഗീസേട്ടൻ ബേസിക്കലി കോൺഗ്രസ് തന്നെയാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഈ ഖദറിന്റെ ആ ഒരു വലിപ്പം അദ്ദേഹത്തിനുണ്ട്. ഒരു സംശയം വേണ്ട, അദ്ദേഹം കോൺഗ്രസ് ആണ്. ആള് ആഗ്രഹിക്കുന്നതിൽ വന്നു കഴിഞ്ഞു. ആഗ്രഹിക്കുന്നതിൽ കുഴപ്പമില്ല, ആഗ്രഹിക്കട്ടെ. ഇപ്പോഴെങ്കിലും അവർക്ക് പശ്ചാത്താപം തോന്നുന്നത് നല്ലതാ. പരസ്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ട് മനസ്സിലുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഞാൻ സ്വതന്ത്രനാ. എനിക്ക് ആരെയും തള്ളി പറയാനുള്ള അവകാശം ഇപ്പോഴും ഉണ്ടെന്ന്. കാരണം എനിക്ക് അങ്ങനെയുള്ള ആളല്ല. ഞാൻ കാര്യം മുഖത്ത് നോക്കി പറയും, അല്ലാണ്ട് ഇല്ലാത്തത് ഞാൻ പറയില്ല. ഇവരുടെ ആഗ്രഹം ഗാന്ധിയെ ആരാധിക്കുന്നുണ്ടല്ലോ വർഗീസേട്ടൻ. ഒറ്റ കാര്യമുള്ളത്, അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. തൃശ്ശൂർ പട്ടണത്തിനകത്ത് ഒരു ഗാന്ധിജി ഉണ്ടായിരുന്നില്ല. കോർപ്പറേഷന്റെ മുമ്പിൽ ആദ്യം ഗാന്ധിജിയെ കൊണ്ടുവന്ന് വെച്ചോണ്ട് അങ്ങനെയുള്ള ഒരു വർഗീസേട്ടൻ ആ ഗാന്ധിയുടെ എതിര് നിൽക്കുന്ന സവർക്കറൊപ്പം പോകാൻ പറ്റൂ? ഞാൻ ചോദിക്കുന്നത് അവിടെയല്ലല്ലോ. തൃശ്ശൂരിൽ ഞാൻ പോകുന്ന ആരുടെ കൂടെ പോകുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, നിങ്ങൾ വളച്ച് ഓടിക്കാൻ. അപ്പൊ ഞാൻ സ്ട്രേറ്റ് ഞാൻ പറയുന്നു, തൃശ്ശൂരിൽ 60 കൊല്ലം ഭരിച്ച കോൺഗ്രസിന് ഒരു ഗാന്ധിജിയെ വെക്കാൻ തൃശ്ശൂർ പറ്റിയില്ല. ഒരു സ്വതന്ത്രനായി ഞാൻ വന്നു. ആദ്യം വെച്ചത് ഗാന്ധിജി. 3 ഗാന്ധിജിനെ വെച്ചപ്പോ തൃശ്ശൂർ ആദ്യമേ വെച്ചതാ. മുനിസിപ്പാലിറ്റി ഭരിച്ചത് 60 കൊല്ലം കോൺഗ്രസ്. അപ്പൊ ഗാന്ധിയെ ഉള്ളിൽ സൂക്ഷിക്കുന്ന വർഗീസേട്ടൻ സവർക്കർക്കൊപ്പം പോവില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാലോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഗാന്ധിജിയെ ഞാൻ വെച്ചത് എന്തുകൊണ്ടാ? ഇവരൊന്നും പഠിക്കാനാ കോൺഗ്രസ്സുകാർക്ക്. ഞാൻ ചെമ്പുക്കാട് ഉണ്ടോ? ഇല്ല, മത്സരരംഗത്തില്ല. 25 വർഷം കോർപ്പറേഷനായി മേയറായി, പ്രതിപക്ഷ നേതാവായി, 25 വർഷം തുടർച്ചയായിട്ട് കൗൺസിലറായിരുന്നു, മേയറായി, പ്രതിപക്ഷ നേതാവായി. സന്തോഷത്തോടെ വിട്ടുകൊടുത്തു. തീർച്ചയായും പുതിയ തലമുറ യെസ്. എങ്ങനെയുണ്ട് ഇത്തവണ സാധ്യത? UDF അധികാരത്തിൽ വരും. 36 സീറ്റ് UDF അധികാരത്തിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 56 സീറ്റിൽ ഇപ്പൊ കോൺഗ്രസിലെ ഇപ്പൊ നിലവിലുള്ള MK വർഗീസ് മേയറായിരിക്കുന്ന 55 അംഗ കൗൺസിലിലെ ഏറ്റവും വലിയ കക്ഷി 24 പേരുള്ള കോൺഗ്രസ് ആണ്. LDF ആണ് 24 പേര്. CPM, CPI ഘടകകക്ഷികൾ. കോൺഗ്രസ് മാത്രമാണ് ഒറ്റയ്ക്കുള്ള ഏറ്റവും വലിയ കക്ഷി 24. ഏത് മുന്നണി അധികാരത്തിൽ വരും? എന്താണ് സാധ്യത? നമ്മൾ മത്സരിക്കുന്നത് എവിടെയാ? ഞാൻ ചെമ്പുക്കാട്. പേരൊന്ന് പറഞ്ഞു. ജോയ് ബാസ്റ്റിൻ, അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റിൻ. UDFന്റെ സ്ഥാനാർത്ഥി. UDFന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. പ്രതീക്ഷ എന്താ? ആത്മവിശ്വാസം? തീർച്ചയായിട്ടും ജയിക്കുമെന്ന് തന്നെയാണ്. അപ്പൊ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ പെൻഷൻ കാശ് എണ്ണിയിരിക്കുന്ന അമ്മച്ചിമാരെ കാണുമ്പോൾ ടെൻഷൻ ഉണ്ടോ? ഇല്ല, അത് ഞങ്ങളും കൊടുത്തല്ലോ. അത് കാലാകാലം കൂടി വരും. 1000 രൂപ ഇപ്പൊ കിട്ടിയത് അതെല്ലാവരും കൂടി വരുമല്ലോ. അതിനൊന്നും ടെൻഷൻ ഇല്ല. ഈ സ്വർണ്ണക്കൊള്ള ഒരു വിഷയമാവോ? സ്വർണ്ണക്കൊള്ള ശബരിമല ആൾക്കാരങ്ങനെ സംസാരിക്കുന്നുണ്ടോ? അതോ ഈ തദ്ദേശത്തിലെ റോഡില്ല, വീടില്ല, വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട്. അപ്പൊ ആത്മവിശ്വാസമുണ്ട്. എനിക്ക് ആത്മവിശ്വാസം. കഴിഞ്ഞ തവണ ആരായിരുന്നു ഈ വാർഡ്? എന്റെ ഭാര്യ. എന്റെ കുടുംബവിശേഷമാണോ? എവിടെ ഭാര്യ? എവിടെ? എന്താ ഭാര്യ ഒഴിഞ്ഞു കൊടുത്തത് ഇത്തവണ? ഭാര്യ വേറെ ഏതെങ്കിലും വാർഡിൽ മത്സരിക്കുന്നുണ്ടോ? ഇല്ല. ജനറൽ ആവുമ്പോഴല്ലേ ഭാര്യമാര് രംഗത്ത് വരേണ്ടത്? ഭാര്യയെ ഈ പ്രാവശ്യം ചരിത്രത്തിൽ ആദ്യമായി 28 പേരാണ്. ഇപ്പൊ 28 പേര് വനിത, 28 ജനറലാണ് ഇപ്പോൾ ഓൾറെഡി കോർപ്പറേഷൻ സ്ഥിതി. പക്ഷേ 32 പേരെയാണ് വനിതകളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF നിർത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മള് എന്താ പേരെന്തായിരുന്നു? റെജി ജോയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടല്ലോ ഭർത്താവ് ജയിക്കുമെന്ന്. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. നാട്ടുകാരൊക്കെ ഒരു കുറ്റമായിട്ട് പറയുന്ന ഒരു കാര്യം, ഭർത്താക്കന്മാര് പിൻസീറ്റ് ഡ്രൈവ് നടത്തുകയാണ് ഭാര്യമാരെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെന്നാണ് പണ്ട് കാലത്ത് കേട്ടത്. ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ? ഭരണം നടത്തിയത് താങ്കളാണോ അതോ ഭർത്താവാണോ? 5 വർഷം പണ്ടാണ്. ഇപ്പൊ വളരെ ശക്തമാണ്. അപ്പോൾ സ്ത്രീകൾ എന്നുള്ളത് പഴയ കാലത്തെ ആ വിമർശനങ്ങളെല്ലാം പോയി. അവർ ഒറ്റയ്ക്കാണ് ഭരിച്ചത്. ആത്മവിശ്വാസത്തോടു കൂടി ആ വാർഡ് ഭർത്താവിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. ടെൻഷനുണ്ടോ? നാട്ടുകാർ വോട്ട് ഭർത്താവിന് കൊടുക്കുമല്ലോ. ആണോ? ഭാര്യയെ കുറിച്ച് നല്ലത് തന്നെ, അതായത് ഭരണത്തെ കുറിച്ച് നല്ലത് തന്നെ വളരെ നല്ല അഭിപ്രായം, പോസിറ്റീവാണ്. ഓക്കെ, നമ്മൾ സന്തോഷ് ചാലക്കോട്ടുകര സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ. 2015-20 ഞാൻ അവിടെ കൗൺസിലറായിരുന്നു. നിരന്തരമായി 4 ടൈമായി അടുപ്പിച്ച് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഡിവിഷനാണ്. കോൺഗ്രസിന്റെ കോട്ടയാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് റിബൽ ഉണ്ടായിട്ട് 261 വോട്ടിന് ജയിച്ചു. 800 വോട്ടിന്റെ റിബൽ പിടിച്ചു. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം വികസന പ്രവർത്തനം ഒരുപാട്. വിജയൻ ജനങ്ങൾ ഞങ്ങളൊപ്പമാണ്.
ഞങ്ങളൊപ്പമാണ്. രാഷ്ട്രീയ നിരന്തര രാഷ്ട്രീയം ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. സാർ ഇപ്പൊ പറഞ്ഞു പെൻഷൻ കൊടുത്ത കാര്യം. ഈ പെൻഷൻ എങ്ങനെ കൊടുക്കുന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളെത്ര കോടി അവിടെ ഇത്ര കൊടുക്കുന്നുള്ളത് നമ്മുടെ അധ്വാനിച്ച് നമ്മൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോഴേ അവര് ആദ്യം പറയുന്നത് എന്താ? ജനങ്ങൾ പ്രാദേശിക വിഷയങ്ങളാണോ? അതല്ല, തീർച്ചയായും പ്രാദേശിക വിഷയങ്ങൾ, രാഷ്ട്രീയമല്ല ശരിക്കും പ്രാദേശിക വിഷയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്ര ഇടപെടുന്നു അതാണ് പ്രധാന കാര്യം. ഇവിടെ എൻ്റെ ഡിവിഷൻ സാധാരണക്കാരും പാവപ്പെട്ടവരാണ്. അപ്പൊ അവരെ പല കാര്യങ്ങളും നമ്മൾ ഇടപെടില്ല. ജനങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു കൗൺസിലിന്റെ പ്രസൻസ് ആണ് ഡിവിഷനിൽ. അതാണ് വിമതനെ പോലും വീഴ്ത്തിയ ഇത്തവണ വിമതനുണ്ടോ? ഒരു വിമതനുമില്ല. ഒരു വിമതനുമില്ല. അപ്പൊ ഇത്തവണ 1000 കടക്കുമോ ഭൂരിപക്ഷം? ജനങ്ങൾ തീരുമാനിക്കുക ജയിക്കുമെന്നുള്ള എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സന്തോഷ് ചേട്ടാ. അപ്പോൾ പേരൊന്നുകൂടി ഒന്ന് പറയാമോ? ബൈജു വർഗീസ്. ബൈജു വർഗീസ് ഇപ്പൊ എവിടെയാ മത്സരിക്കുന്നത്? ഡിവിഷൻ. സ്വന്തം വീടിരിക്കുന്ന ഡിവിഷൻ ആണ്. എല്ലാവരെയും അറിയാം. ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 2 ഡിവിഷനിൽ മാറിയാണ് മത്സരിച്ചോടുന്നത്. കഴിഞ്ഞ തവണത്തെ പരാജയത്തിന്റെ ക്ഷീണം ഇക്കുറി പറയണക്കൂ? തീർച്ചയായും. വർഗീസേട്ടനായിരുന്നു കഴിഞ്ഞ തവണ. വർഗീസേട്ടൻ നമ്മുടെ കൂടെയാണല്ലോ. വർഗീസേട്ടൻ കൂടെയാണോ? ഈ സ്ഥാനാർത്ഥി ജയിക്കുമോ? വർഗീസേട്ടാ ഈ സ്ഥാനാർത്ഥി ജയിക്കുമോ? ജയിക്കേണ്ടതാണ്. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞു. അതാ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ആ വോട്ട് കിട്ടി. തീർച്ചയായിട്ടും വർഗീസേട്ടന്റെ വോട്ട് അവിടെ കിട്ടി. മിഷോമോട്ടൈസ് ഡിവിഷനാണ് ഞാൻ ഈ തവണ. അതെന്റെ വീടിരിക്കുന്ന ഡിവിഷനാണ്, സ്വന്തം ഡിവിഷനാണ്. ചെറുപ്പം മുതലേ ജനിച്ചു വളർന്ന് ബൂത്ത് തലത്തിൽ പണിയെടുത്ത് കൊണ്ടുവന്ന ഡിവിഷനാണ്. അവിടെ നമ്മൾ കഴിഞ്ഞ തവണ UDF ലീല ടീച്ചറായിരുന്നു. ഈ അപ്പുറത്ത് പള്ളിക്കുളത്തിന്റെ ഒരു ഭാഗം, പള്ളിക്കുളത്ത് മറ്റേ നമ്മുടെ സിന്ധു ആൻഡ് ചാക്കളയായിരുന്നു. ഇത് 2 UDF ആണ്. ഈ 2 ഡിവിഷൻ 1000 ഭൂരിപക്ഷം ജയിക്കും. ഒരു തർക്കമില്ല. അതിലൊന്നും നമുക്ക് തർക്കില്ല. ഗംഭീരമാവട്ടെ പ്രകടനം. നമ്മൾ സ്ഥാനാർത്ഥിയല്ലേ? ഏതാ വാർഡ്? 19ാമത് വാർഡ്. ഏതാണ് LDF? NDA ആണ്. നമ്മുടെ സ്ഥാനാർത്ഥിയാണോ? ആണ്. NDA ഇക്കുറി എങ്ങനെയാ സാധ്യത? കഴിഞ്ഞ തവണ 6 ആയിരുന്നല്ലോ BJPക്ക് അല്ലേ? ഇക്കുറി വർദ്ധിക്കൂ? പിടിക്കാൻ സാധ്യത? വോട്ടർമാരോട് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പക്ഷേ നിങ്ങൾ മത്സരിക്കുന്ന വാർഡിൽ ജയിച്ചത് LDF UDF? ഇപ്പോ LDF ആണ്. അപ്പൊ LDFന്റെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ? LDFന്റെ പ്രവർത്തനം ആരെങ്കിലും ഏതാ സ്ഥലം? കളത്തോട്. ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ? LDF സ്ഥാനാർത്ഥിയുണ്ട്? എതിരാളി ഇല്ലല്ലോ. കാളത്തോട് LDFന് ജയിച്ചു. ML റോസി എന്ന് പറഞ്ഞ കാൻഡിഡേറ്റാണ് ജയിച്ചിട്ടുള്ള ഡെപ്യൂട്ടിമാര്. പക്ഷെ അത് കോൺഗ്രസിലെ അടികാരനാണെന്ന് തുടക്കം ഇതാണല്ലോ. ഇപ്പൊ നിങ്ങള് NDA ജയിക്കോ? അല്ല, NDA ജയിക്കോ എന്നുള്ള NDA അപ്പൊ മൈക്കൂല്ലേ? അല്ല, അത് ഡിസ്ട്രാക്ഷൻ അല്ല. NDA ജയിക്കുന്നുള്ളതല്ല. NDA ഇപ്പൊ തന്നെ നിങ്ങൾ ഈ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ തോന്നിയത്? 36 ഡിവിഷനിൽ ജയിക്കുന്നതാണ് ഇത്രയും എന്താ പറയാ കപ്പാസിറ്റി ഉള്ള 60 കൊല്ലം ഭരിച്ച കോൺഗ്രസ് പറയുന്നത് 36 സീറ്റ് ജയിക്കുള്ളൂന്ന്. അപ്പൊ അവരവിടെ മത്സരിക്കണല്ലോ. ഇനിയിപ്പോ നമ്മൾക്ക് ഇപ്പൊ പണിയായി. അവരെവിടെയൊക്കെ മത്സരിക്കണം, തപ്പി അടക്കണം. ഈ 36 തിരിയണ്ടേ? ഞങ്ങൾ 56 ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ 56 ഡിവിഷനിൽ മത്സരിക്കുന്നത് ജയിക്കാനാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി ഇന്നിപ്പോ കിട്ടിയിട്ടുള്ള വൻ ജനപിന്തുണ. സംശയം എന്താ? അത് ഈ ഞങ്ങളുടെ വിശ്വാസം ഇവിടുത്തെ CPM പ്രവർത്തകരിലും കോൺഗ്രസ് പ്രവർത്തകരിലാണ്. ഞാൻ മത്സരിക്കുന്നത് ചാലക്കോട്ടുകര വാർഡാ. ചാലക്കോട്ടുകര. എന്താ സാധ്യത അവിടെ? അല്ല, എന്താ സാധ്യത എന്നുള്ളത് സന്തോഷേട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ. അല്ല, അവിടെ UDF ആണ്. 1999 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം UDFന് കിട്ടിയിട്ടുണ്ട്. അല്ല, അതിൽ 316 വോട്ട് കിട്ടിയ ഞങ്ങളാണ് ഇറങ്ങുന്നത്. പക്ഷെ സുരേഷ് ചേട്ടൻ മത്സരിക്കുമ്പോ 1999 ഒന്നുമല്ല. അത് കിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഇവിടുത്തെ മണ്ഡലത്തിലും സാധ്യതയുണ്ട്. ഇവിടെ എന്താ ഏത് മണ്ഡലം? കിഴക്കുംപാട്ടുകര. NDA മത്സരിക്കുന്നു. സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. വിജയിക്കും. ഡിവിഷനിൽ നിന്നുള്ള ഒരേ ഒരു സ്ഥാനാർത്ഥി. ഈ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് പെൻഷനാണോ, സ്വർണ്ണക്കൊള്ളയാണോ, മോദി വികസനമാണോ, എന്താണ് നാട്ടുകാരൊക്കെ ചർച്ച ചെയ്യുന്നത്? എല്ലാം പറയുന്നുണ്ട്. ഈ പുലിക്കളിക്ക് പൈസ കൊടുക്കാത്ത വിഷയം പ്രശ്നമാവും. പുലിക്കളിക്ക് തന്നെ പാട്രാക്കിൽ വിശദീകരിച്ചാണ്. അത് പ്രത്യേകം പറഞ്ഞാണ്. പുലിക്കളിയുടെ കാര്യത്തില് ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ഒരു കാര്യം ആരും മനസ്സിലാക്കുക, ഈ 60 കൊല്ലം അല്ലെങ്കിൽ 70 കൊല്ലം ഭരിച്ച ആൾക്കാര് ഇന്ന് ഒരു പൈസ കൊടുത്തിട്ടില്ല. ഒരു സെക്കൻഡ്, ഇപ്പൊ നമ്മുടെ പൈസ സെറ്റായിട്ട് വരും.
പിന്നെ ഇവരിപ്പോ സുരേഷ് നിങ്ങൾ സുരേഷേട്ടന്റെ ഫലകങ്ങൾ കാണില്ല എന്ന് പറയണേ. അയാളുടെ പണി ഫലകം വെക്കലല്ല. അപ്പൊ അത് വെച്ചിട്ടാണ് ഇവിടെ ഒരു വികസനം ഇല്ല എന്ന് പറയുന്നത്. വികസനമില്ല എന്ന് പറയുന്നത് ഞങ്ങൾ അടിവരയിടും. അത് സുരേഷേട്ടനല്ലാന്ന് ഇത്രയും സംസ്ഥാന സർക്കാർ. അപ്പൊ ഇനി മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയുണ്ടോ? നമ്മൾ ഏത് മണ്ഡലം, ഏതാണ് ഡിവിഷൻ? ആന്റണി പാലത്തിങ്കൽ. 23 ഡിവിഷനിലാണ്. NDA സ്ഥാനാർത്ഥിയാണോ? അതെ, NDA സ്ഥാനാർത്ഥി. ആന്റണി പാലത്തിങ്കൽ. ഓക്കെ, അവിടെ എന്താ സാധ്യത? എല്ലാവരും എല്ലാ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ചേഞ്ച് വേണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. 50 കൊല്ലത്തെ മോളം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പൊ എല്ലാവർക്കും മതിയായി പിടിക്കാൻ പോവാണ് ആന്റണി പാലത്തിങ്കൽ. ഓൾ ദി ബെസ്റ്റ് ആന്റണി. നമ്മൾ 11ാം ഡിവിഷൻ UDF-ന്റെ കോട്ടയാണോ അതോ LDF-ന്റെ കോട്ടയോ? LDF-ന്റെ കോട്ടയാണ്. പിടിക്കാൻ പോവാണ്. 24 വോട്ടിന് കഴിഞ്ഞ BJP തോറ്റോ? അത്രേ ഉള്ളൂ. അപ്പൊ നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. ഇഞ്ചോടിച്ച് മത്സരമായിരിക്കും, ത്രസിപ്പിക്കുന്ന മത്സരം. എന്താ കോൺഫിഡൻസ് ഇത്തവണ ജയിക്കും? എന്താ കോൺഫിഡൻസ്? എന്താ കാര്യം? എന്താ സുരേഷ് ഗോപിയിലാണോ ആത്മവിശ്വാസം അതോ മോദിയിലാണോ ആത്മവിശ്വാസം? രണ്ടിലുണ്ട്. ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിനെയാണ്. BJP സ്ഥാനാർത്ഥിയാണ്. ഏതാണ് ഡിവിഷൻ? 17ാം ഡിവിഷനിലാണ്. ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? നല്ല ഇതുണ്ട്. നല്ലൊരു 1000 വോട്ടിന് താമര വിരിയും. ഇക്കുറി ആരാ കഴിഞ്ഞ വട്ടം ജയിച്ചു പോയത്? അവിടെ LDF ആണ് ജയിച്ചത്. അപ്പൊ ഇത്തവണ കോട്ട പിടിക്കും. ഇനി ആരെങ്കിലും സ്ഥാനാർത്ഥികളുണ്ടോ? വിട്ടുപോയിട്ടുണ്ടോ? ഞാൻ 15ാം ഡിവിഷനിൽ ആ ഡിവിഷനിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പുറത്തുനിന്ന് വന്ന് നിൽക്കുന്നവരാണ്. അപ്പൊ നാടറിയുന്ന നാട്ടുകാരൻ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, താങ്ക് യു. എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ. താമരയും കൈപ്പത്തിയും അരിവാൾ ചുറ്റികയും ഒക്കെ വിജയിച്ചു വരട്ടെ. അപ്പൊ നമുക്ക് താങ്ക് യു. അപ്പൊ നമുക്ക്